നമസ്കാരം. നമുക്കിന്ന് ലിംഗപ്രത്യയങ്ങളെ പറ്റി നോക്കാം. ഒരു ശബ്ദം സ്ത്രീ, പുരുഷൻ, നപുംസകം ഇവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്നതിനായി അവയിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് ലിംഗപ്രത്യയം എന്ന് പറയുന്നത്. തനിനാമങ്ങളിൽ, അതായത് സർവനാമമല്ലാത്തവയിൽ പുല്ലിംഗത്തിന് അൻ എന്നും സ്ത്രീലിംഗത്തിന് ഈ എന്നും നപുംസകത്തിന് അം എന്നും പ്രത്യയം വരും. ഉദാഹരണമായിട്ട് പുല്ലിംഗമാണെങ്കിൽ കേമൻ, കള്ളൻ, കുമാരൻ. സ്ത്രീലിംഗമാണെങ്കിൽ കേമി, കള്ളി, കുമാരി. നപുംസകം കേമം, കള്ളം. അപ്പോൾ പുല്ലിംഗത്തിന് അൻ, സ്ത്രീലിംഗത്തിന് ഈ, നപുംസകത്തിന് അം എന്നാണ് ലിംഗപ്രത്യയങ്ങൾ. ഇപ്പോൾ സർവനാമങ്ങളാണെങ്കിൽ പുല്ലിംഗത്തിന് അൻ, സ്ത്രീലിംഗം അൾ, നപുംസകം ത്. അവൻ, അവൾ, അത്. സർവനാമം അവൻ, അവൾ, അത്. അത് അൻ, അൾ, ത് എന്നിവയാണ് സർവനാമങ്ങളിൽ ലിംഗപ്രത്യയങ്ങൾ. സാധാരണയായിട്ട് പുല്ലിംഗത്തിൽ അന്നും സ്ത്രീലിംഗത്തിൽ ഈയും നപുംസകത്തിൽ അമ്മുമാണ് ലിംഗപ്രത്യയങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. വചനം ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായി അതിനെപ്പറ്റി പറയുന്ന ശബ്ദത്തിൽ ചേർക്കുന്ന പ്രത്യയമാണ്, രൂപഭേദമാണ് വചനം. ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായി അതിനെപ്പറ്റി പറയുന്ന ശബ്ദത്തിൽ ചേർക്കുന്ന രൂപഭേദമാണ് വചനം. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനവും ഒന്നിലധികത്തെ കുറിക്കുന്നത് ബഹുവചനവും. ശബ്ദത്തിൻ്റെ സ്വന്തം രൂപം തന്നെയാണ് ഏകവചനത്തെ കുറിക്കുന്നതിനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. ഉദാഹരണം രാമൻ, സീത, കാട്. അപ്പം ശബ്ദത്തിൻ്റെ സ്വന്തം രൂപം തന്നെ ഏകവചനത്തിന് കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൽ വേറെ പ്രത്യയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ തനതായ രൂപം വചനം ഏതാണെന്ന് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അത് ബഹുവചനം 3 ഇതായിട്ട് തിരിയുന്നുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെ ബഹുവചനം 3 വിധമായിട്ട് തിരിയുന്നു. അപ്പോൾ സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതിനാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സ്ത്രീലിംഗം, പുല്ലിംഗം ഇതിൻ്റെ തനിയെയുള്ള ബഹുത്വത്തെ കാണിക്കുന്നതിന്. അപ്പോൾ അതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മാർ എന്നതാണ് സലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയം. മാർ എന്താണ് സലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയം. അപ്പോൾ ഉദാഹരണം നമ്മൾ മിടുക്കൻ ആണെങ്കിൽ മിടുക്കൻ, മിടുക്കന്മാർ എന്നെഴുതുന്നു. മിടുക്കത്തി ആവുമ്പോൾ മിടുക്കത്തിമാർ. അപ്പോൾ സ്ത്രീ, പുരുഷൻ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ഇതിൻ്റെ പ്രത്യയം മാർ എന്താണ്? മിടുക്കൻ എന്നത് മിടുക്കന്മാർ, മിടുക്കത്തി എന്ന സ്ത്രീലിംഗം അത് മിടുക്കത്തിമാർ എന്നും നമ്മൾ ബഹുവചനത്തിൽ എഴുതുന്നു. അടുത്തത് അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്നതാണ് അലിംഗ ബഹുവചനം.
സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്നതാണ് അലിംഗ ബഹുവചനം. അർ എന്താണ് ഇതിൻ്റെ പ്രത്യയം? അറാണ് പ്രത്യയം. അപ്പം നമ്മൾ മിടുക്കൻ എന്നുള്ളത് സ്ത്രീയും പുരുഷനും ഒന്നിച്ചാണെങ്കിൽ മിടുക്കർ എന്നെഴുതുന്നു. ശൂദ്രൻ എന്നുള്ളതാണെങ്കിൽ ശൂദ്രർ എന്നെഴുതുന്നു. അപ്പം അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്നതാണ് അലിംഗ ബഹുവചനം. അർ ആണ് ഇതിൻ്റെ പ്രത്യയം. മിടുക്കർ, ശൂദ്രർ. അത് നപുംസക ശബ്ദങ്ങളിലാണെങ്കിൽ കൾ എന്ന പ്രത്യയം ഉപയോഗിക്കുന്നു. നപുംസകത്തിൽ കൾ. മല, മലകൾ. ആന, ആനകൾ. നപുംസക ശബ്ദത്തിൽ നമ്മൾ മല, മലകൾ, ആന, ആനകൾ എന്നിങ്ങനെ കൾ എന്ന പ്രത്യയമാണ് അലിംഗ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത്. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഒന്നിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്നതാണ്. അല്ലെ, സ്ത്രീ, പുരുഷൻ എന്നീ രണ്ടിൻ്റെയും ഒന്നിച്ചുള്ള ബഹുത്വത്തെ കാണിക്കുന്നതാണ് അലിംഗ ബഹുവചനം. അർ എന്താണ് ഇതിൻ്റെ പ്രത്യയം? മിടുക്കർ, ശൂദ്രർ എന്നിങ്ങനെ ഉദാഹരണങ്ങൾ. നപുംസകത്തിലാണെങ്കിൽ അതിൻ്റെ പ്രത്യയം കൾ എന്നായിരിക്കും. മല, മലകൾ, ആന, ആനകൾ. അപ്പം വചനത്തിൽ അടുത്തത് പൂജക ബഹുവചനം. പൂജക ബഹുവചനം ബഹുമാനത്തിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ 3 ബഹുവചന പ്രത്യയങ്ങൾ നമുക്ക് യുക്തം പോലെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് തമ്പുരാൻ എന്നുള്ളത് തമ്പുരാക്കൾ എന്നെഴുതാം, തമ്പുരാക്കന്മാർ എന്നെഴുതാം. രാജാവ്, രാജാക്കൾ എന്നെഴുതാം, രാജാക്കന്മാർ എന്നെഴുതാം. പിതാവാണെങ്കിൽ പിതാക്കൾ, പിതാക്കന്മാർ. അപ്പോൾ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വചനപ്രത്യയമാണ് പൂജക ബഹുവചനം. അപ്പോൾ അതിൽ 3 വചനപ്രത്യയങ്ങളെ നമുക്ക് യുക്തം പോലെ നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ അത് സർവനാമമാകുമ്പം അതിൻ്റെ പ്രത്യയം ആ എന്നാണ്. അപ്പോൾ ആ എന്ന ഇതിനോട് ആ ചേരുമ്പോൾ അവ, ഈ, ഇവ, എ, എവ എന്നിങ്ങനെ അത് നമ്മൾ ബഹുവചനം പ്രത്യയമായിട്ട് ഉപയോഗിക്കുകയാണ്. സർവനാമത്തിൽ ആ എന്താണ് പൂജക ബഹുവചന പ്രത്യയം? അവ, ഇവ, എവ എന്നിങ്ങനെ നമ്മൾ ഉപയോഗിച്ച് വരുന്നു. സംഖ്യാവാചകമായ വിശേഷണ പദങ്ങളിൽ നമ്മൾ നപുംസക ശബ്ദങ്ങൾ സാധാരണ ബഹുവചന പ്രത്യയം ഉപയോഗിക്കാറില്ല. സംഖ്യാവാചകങ്ങളായ വിശേഷണ പദങ്ങളിൽ നമ്മൾ ബഹുവചന പ്രത്യയം ഉപയോഗിക്കാറില്ല. 1000 തേങ്ങ എന്നല്ലാതെ 1000 തേങ്ങകൾ എന്ന് പറയാറില്ല. 10 രൂപ എന്നേ പറയാറുള്ളൂ. 10 രൂപകൾ എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ സംഖ്യാവാചകത്തിൽ നമ്മൾ ബഹുവചന പ്രത്യയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നപുംസകം അല്ലെങ്കിൽ നമ്മൾ ബഹുവചന പ്രത്യയം ചേർക്കാം. 4 ബ്രാഹ്മണർ, 5 സ്ത്രീകൾ എന്നിങ്ങനെ നമുക്ക് നപുംസകമല്ലാത്ത ശബ്ദങ്ങൾ നമുക്ക് ബഹുവചന പ്രത്യയം ചേർക്കാം. പക്ഷേ നപുംസക ശബ്ദങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ പ്രത്യയം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കുന്നത് വിഭക്തിയെ പറ്റിയിട്ടാണ്. വിഭക്തി എന്ന് പറഞ്ഞാൽ മറ്റ് പദങ്ങളുമായുള്ള ബന്ധത്തെ കാണിക്കുന്നതിനായിട്ട് നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി എന്ന് പറയുന്നത്. മറ്റ് പദങ്ങളുമായുള്ള ബന്ധത്തിനെ കാണിക്കുന്നതിനായി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി എന്ന് പറയുന്നത്. അപ്പം 7 വിഭക്തിയാണുള്ളത്. അത് നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക എന്നിങ്ങനെ 7 വിഭക്തികളാണുള്ളത്. നാമങ്ങൾക്ക് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കാണിക്കുന്നതിനായി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി. 7 വിഭക്തിയാണുള്ളത്. അതിൽ നിർദ്ദേശികക്ക് പ്രത്യയമില്ല. രാമൻ എന്ന നാമം അത് തനിയെ നിൽക്കുന്നു. അതിനോട് വേറെ പ്രത്യയമൊന്നും നമ്മൾ സാധാരണ ചേർക്കാറില്ല. പ്രതിഗ്രാഹി എന്ന വിഭക്തിയുടെ പ്രത്യയം എ ആണ്, രാമനെ. സംയോജിക ഓട്, രാമനോട്. ഉദ്ദേശികയുടെ പ്രത്യയം ക, എന്ന് എന്നിങ്ങനെ 2 പ്രത്യയങ്ങൾ വരാറുണ്ട്. രാമന്, സീതയ്ക്ക്. പ്രയോജികയുടെ പ്രത്യയം ആൽ എന്നാണ്. പ്രയോജികയുടെ പ്രത്യയം രാമനാൽ. സംബന്ധികയുടേത് ൻ്റെ, ഉടെ. രാമൻ്റെ, സീതയുടെ. ആധാരിക ഇൽ, കൽ. രാമങ്കൽ, സീതയിൽ. ഇങ്ങനെ ഇൽ, കൽ എന്നിങ്ങനെ 2 പ്രത്യയം ആധാരിക്ക് വരാറുണ്ട്. രാമങ്കൽ, സീതയിൽ. ഇങ്ങനെ 7 വിഭക്തികളാണുള്ളത് മലയാളത്തിൽ. അപ്പം വിഭക്തി എന്ന് പറഞ്ഞാൽ നാമത്തിന് മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നാമത്തിൻ്റെ കൂടെ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. രാമനെ കണ്ടു, രാമനോട് പറഞ്ഞു, രാമന് കൊടുത്തു, രാമനാൽ ചെയ്യപ്പെട്ടു, രാമൻ്റെ പുസ്തകം എന്നിങ്ങനെ നമുക്ക്
അതിനോട് പ്രത്യേകം നമ്മൾ ചേർത്ത് ഉപയോഗിക്കുന്നു.